വരുന്നു. കോഴിക്കോട് KSRTC ടെർമിനലിൽ ജിപ്സം സീലിംഗ് അടർന്നു വീണ് 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. യാത്രക്കാരുടെ തലയ്ക്കാണ് പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് സംഭവം. യാത്രക്കാർ ഇരുന്ന സ്ഥലത്തേക്കാണ് ഈ ഭാഗം അടർന്നു വീണത്. വിവരങ്ങളുമായി രാഹുൽ KV ചേരുന്നുണ്ട്. രാഹുൽ, KSRTCയുടെ പ്രശ്നങ്ങളെ പറ്റി പറയുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതുപോലെയുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ വിശ്വസിച്ച് കയറാൻ പറ്റാത്ത സ്ഥലങ്ങൾ, ഇതൊക്കെയും KSRTCക്ക് നിരവധിയുണ്ട്. കോഴിക്കോട്ട് എന്താണ് സംഭവിച്ചത്? ശ്രീജ, KSRTCയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു ടെർമിനലിനെ നമുക്ക് ചേർത്ത് നിർത്താൻ കഴിയും. ഒരുപാട് തവണ വാർത്തകളിൽ വന്ന സ്ഥലം കൂടിയാണ്. നഗരമധ്യത്തിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന വലിയ സമുച്ചയമാണ്. എന്തുദ്ദേശിച്ചാണ് നിർമ്മിച്ചത്, അതിന്റെ ഗുണം കിട്ടാത്ത വലിയൊരു കെട്ടിട സമുച്ചയം കൂടിയാണ്. അവിടെയാണ് ഇങ്ങനെ ഈ ജിപ്സം സീലിംഗ് അടർന്ന് യാത്രക്കാരുടെ തലയിലേക്ക് വീണ 2 പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. അത്രയും ഗുരുതരമായ പരിക്കൊന്നും ഇല്ല എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ രാത്രി 1:30യോടുകൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ് യാത്രക്കാരിങ്ങനെ ഈ സീറ്റിലിരുന്ന് വിശ്രമിക്കുന്ന സമയത്താണ് തൊട്ട് മുകളിൽ നിന്ന് തലയിലേക്ക് ജിപ്സം സീലിംഗ് അടർന്ന് വീഴുകയും ചെയ്യുന്നത്. 2 പേരും പിന്നീട് ചികിത്സ തേടിയെന്നാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏതായാലും അത് ഒക്കെ നീക്കം ചെയ്യുന്നതിന്റെ അവശിഷ്ട ഭാഗങ്ങളാണ് ഇവിടെ കാണാനും കഴിയുന്നത്. ഇതിനു മുൻപും ഇതേപോലെ തന്നെ ജിപ്സം സീലിംഗ്, അതുപോലെ കോൺക്രീറ്റ് സീലിംഗിന്റെ ഭാഗങ്ങളുമൊക്കെ ഇതേ ടെർമിനലിൽ പല സ്ഥലങ്ങളിലായി അടർന്നു വീഴുന്ന അവസ്ഥയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അന്നൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങളും ആഘാതങ്ങളും ഒഴിഞ്ഞു പോയത് തലനാരിഴക്കാണ്. ഇതിങ്ങനെ ആവർത്തിക്കുക തന്നെയാണ്. ഇവിടെ വീണ്ടും അടർന്നു വീഴാൻ പാങ്ങിന് ഇതിൻ്റെതായ ബാക്കി സാധനങ്ങൾ കാണുന്നുണ്ട് എന്നതുകൂടിയാണ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ബാക്കിയുള്ള സാധനങ്ങൾ ഒന്നുകിൽ യാത്രക്കാരുള്ള സമയത്താകാം, ഭാഗ്യമുണ്ടെങ്കിൽ ആരുമില്ലാത്ത സമയത്ത് അടർന്ന് നിലത്തേക്ക് വീഴുന്ന ഒരു അവസ്ഥ വീണ്ടും ഉണ്ടായേക്കാം എന്ന് തന്നെയാണ് പൊതുവെയുള്ള സ്ഥിതി എന്ന് പറയുന്നത്. കോടികൾ നിർമ്മിച്ച് ആണ് ഈ ടെർമിനലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നത്. ബലക്ഷയമുണ്ടെന്നൊരു ഘട്ടത്തിൽ ഈ ടെർമിനലിനാകെ ബലക്ഷയമുണ്ടെന്ന് കണ്ടെത്തിയതാണ്. പിന്നീട് ബലപ്പെടുത്താൻ വീണ്ടും കോടികൾ വേണ്ടിവരുമെന്ന NITയുടെ റിപ്പോർട്ടും ഒക്കെ തന്നെ വരികയും ചെയ്തതാണ്. അത്തരമൊരു ടെർമിനലാണ്. അവിടെയാണ് വീണ്ടും ഏതായാലും അപകടം സംഭവിച്ചിട്ടുള്ളത്. KSRTCയുമായി ബന്ധപ്പെട്ട അഴിമതി ഒരു വാർത്തകൾ വരുന്ന സമയത്ത് തന്നെ KSRTC കോഴിക്കോട് ടെർമിനലിൽ അപകടമുണ്ടായി എന്നത് അതിനൊപ്പം ചേർത്ത് തന്നെ പോകേണ്ടതാണ്. എന്തായാലും ഈ 2 യാത്രക്കാർക്കും ഉറക്കക്ഷീണത്തോടുകൂടി കസേരയിൽ ഇരുന്നിരുന്ന യാത്രക്കാർക്ക് അത്ര ഗുരുതരമായൊന്നും പരിക്കേറ്റിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശ്രീജ, അത് ഭാഗ്യമെന്നേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ അങ്ങനെ ഇടിഞ്ഞു വീഴുന്ന മേൽക്കൂരകളുള്ള സ്ഥലത്തേക്ക് എങ്ങനെയാണ് സാധാരണക്കാർ ചെല്ലുക എന്നതാണ്.